പ്രിയരെ, നമ്മളെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. നാം ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും ആ പ്രസൻസ് നമ്മുടെ മധ്യത്തിൽ അധികമായി ലഭിക്കേണ്ടതിന്, ആ ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ ഒന്ന് കൊടുക്കാമോ? യേശുവേ, ഞാൻ എന്നെ അവിടുത്തെ കരങ്ങൾ തരുന്നു. നമ്മുടെ അധരത്തിൽ നിന്ന് പറ, അപ്പാ, ഞാൻ എന്നെ അവിടുത്തെ കരങ്ങൾ തരുന്നു. എൻ്റെ സ്ഥിതി മാറ്റണം, എൻ്റെ സ്വരൂപത്തിനൊരു മാറ്റം വരണം, എൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരണം, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്കൊരു മാറ്റം വരണം. ഈ മധ്യാഹ്ന വേളയിൽ ദൈവജനം ഒരുമിച്ച് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ പകൽവേളയിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അവിടുന്ന് ഞങ്ങളോട് കൃപ കാണിക്കപ്പാ. ഞങ്ങൾ വന്നതുപോലെയല്ല, ഞങ്ങളുടെ അവസ്ഥ മാറട്ടെ, ഞങ്ങളുടെ ദർശനം മാറട്ടെ കർത്താവേ, ഞങ്ങളുടെ ഉൾക്കാഴ്ചയ്ക്ക് മാറ്റം വരട്ടെ കർത്താവേ. ഒരഭിഷേകത്തിന്റെ വ്യാപാരം, ഒരു നിറവിന്റെ അനുഭവം ഇന്ന് പകൽക്കാലം ദൈവജനം ഒരുമിച്ച് അനുഭവിക്കുവാൻ, എന്തെങ്കിലും ഭാരത്തോടെ, എന്തെങ്കിലും വേദനയോടെ, ഏതെങ്കിലും ജീവിതം ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നെങ്കിൽ മുറിഞ്ഞ കരത്തിന്റെ സ്പർശനം ഏൽക്കട്ടെ. അവിടെ ഞങ്ങളെ അറിയുന്നതിനായി സ്തോത്രം. വീണ്ടും അടിയനെ അവിടുത്തെ കരത്തിൽ തരുന്നു. ഈ ദൈവസഭയ്ക്കായി സ്തോത്രം. മഹത്വം വെളിപ്പെടണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയരെ, നാം വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സെല്ലായിരിക്കുമ്പോൾ, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളില്ലാതെ എന്നെ പുതുതായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? എനിബഡി? ഓക്കെ. എൻ്റെ പേര് ജോൺസൺ തോമസ്. എൻ്റെ സ്വദേശം ചങ്ങനാശ്ശേരി. കർത്താവിൻ്റെ മഹനീയമേറിയ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഗുജറാത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിനെ ഞാൻ അനുസരിച്ചതുകൊണ്ടാണ്. എന്നോട് കർത്താവ് സംസാരിച്ചു, നിൻ്റെ സമയം തീർന്നു, ഇനി ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വയ്ക്കില്ല എന്നോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റവും ഭയപ്പെട്ട ഒരു ദിനമായിരുന്നത്. എൻ്റെ റൂമിൽ നിന്ന് ഡോർ തുറന്ന് പുറത്തിറങ്ങാൻ ഞാൻ ഭയപ്പെട്ടു. എനിക്ക് മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നേ. അന്ന് ഞാൻ ദൈവത്തിന് നെടുമ്പാട് വീണു. കർത്താവ്, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എവിടേക്കോ ശത്രു നമ്മളെ വഞ്ചിച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ പാദത്തിൽ വീണ് ഏറ്റു പറയാമെങ്കിൽ നമ്മുടെ സ്ഥിതി മാറ്റുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കർത്താവിന് ആവശ്യമാണ് പ്രിയരെ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഒരു ഭാഗ്യമുണ്ടായാൽ നാം വെറും കൈയായി അവിടെ പോകരുത്. ആമേൻ. നമ്മുടെ മേൽ വലിയ ദൗത്യം കർത്താവ് വെച്ചിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് നൽകി തരുന്നത്. നഷ്ടപ്പെട്ടു പോകേണ്ട സമയങ്ങളൊക്കെ ഒത്തിരി കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ പലരും ബോണസ് പീരീഡിൽ ജീവിക്കുന്നവരാ. എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും പ്രിയരെ? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമയായി നമ്മൾക്കൊന്ന് മാറാം. ആരാധന ഒരു ചടങ്ങല്ല, ഇതൊരു അനുഭവമാണ്, ഇതൊരു അഭിഷേകമാണ്. അഭിഷേകമുള്ളവൻ്റെ പാദം നിലത്ത് നിൽക്കയില്ല.
അവൻ ചലിച്ചുകൊണ്ടേ നിൽക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ചലിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവജനമേ, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ അന്യായ ശക്തികൾ തകർന്നു മാറുമെന്ന്. ഒരു ദുഷ്ടന്റെ ശക്തികൾക്കും നിന്നോട് അടുക്കാൻ കഴിയാത്തതുപോലെ നീ വേറൊരു ലെവലിലേക്ക് സ്വർഗം നിന്നെ മാറ്റുകയാണ്. പലപ്പോഴും ശത്രുവിന്റെ പദ്ധതി എല്ലാം തുറന്നു കിടക്കുക, തകർത്തേക്കാവുന്ന ഒന്ന് അടുത്ത് നോക്കറിയാം ലെവൽ ഏതാന്ന്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല, നാം പ്രൊട്ടക്റ്റായിരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് നാം അറിയുന്നില്ല. നാം അറിയാത്തൊരു സാന്നിധ്യം, നാം അറിയാത്തൊരു ലെവൽ നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ തലമുറകളിലും സ്വർഗം പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നുണ്ടാ. അങ്ങനെയെങ്കിൽ ദൈവജനം ഈ ടേസ്റ്റ് അനുഭവിച്ച ഇന്ന് മടങ്ങാവൂ. ഇതൊരു അസാധാരണ നിയോഗമാണ്. നമ്മുടെ എപ്പോഴുള്ള ഒരു ആരാധനയായിട്ട് നമ്മൾ കാണണ്ട. ആരെയൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവിന് സ്ഥിതി മാറ്റാനുണ്ട്. നിങ്ങളുടെ പേരുള്ള നിയോഗത്തിൻ്റെ ഒരു നെക്സ്റ്റ് പടിക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ അധികം വിദൂരമല്ല, നിങ്ങളുടെ കരത്തിൽ അത് ലഭിക്കും. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം. യെസ്. മതി 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 മതി. ഇവിടെ നാം ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് 18-ാമത്തെ വാക്യം മുതൽ. മുമ്പുള്ളവേ, ആമേൻ, ഹല്ലേലൂയ. മുമ്പുള്ളവേ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ. ദൈവസ്ഥലായിരിക്കും ദൈവജനമേ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിരിക്കുന്നെങ്കിൽ ഒന്ന് കൈ കൊടുത്തിട്ടെ. ആമേൻ. അല്ലെ നിങ്ങൾ അടുത്തിരിക്കുന്നവരോടെ ഇങ്ങനെ പറ, അച്ഛാ അല്ലേ മോളെ, പണ്ടത്തെയൊക്കെ മറക്കേ, പണ്ടത്തേതൊക്കെ മറക്കേ. ഇന്നു മുതൽ നമ്മൾ വ്യത്യസ്തരാ. പ്ലീസ് പ്ലീസ്, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലാ. യെസ്, ഇതാ അവൻ പുതിയതൊന്ന് ചെയ്യുന്നു. യെസ്, നമ്മുടെ അടുത്തിരിക്കുന്ന സഹോദരങ്ങളോടെ, ഇതാ അവൻ എനിക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. അത് എന്താ ദൈവത്തിന് വണ്ടി വായിച്ചത്? ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് പിന്നീടല്ല, ഇപ്പോൾ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഒരു ആവശ്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു ഡോസ് തന്നിട്ട് കഴിച്ചിട്ട് വാന്നും പറഞ്ഞ് കർത്താവ് വിടത്തില്ല. ആമേൻ. നമ്മൾ അവൻ്റെ സന്നിധിയിൽ ഒരു വിഷയമായിട്ട് വന്നാൽ 100% പ്രിയരെ, ആ ഒരു ലെവൽ വേണം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. അവനെ നാം രുചിക്കുക, നാം അവനെ ടേസ്റ്റ് ചെയ്യുക, നാം അവനോട് ചേർന്ന് യാത്ര ചെയ്യും. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നെങ്കിൽ നമ്മുടെ വഴി തെറ്റുകയില്ല. എവിടെങ്കിലും വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഉള്ളിൽ വരുന്നെങ്കിൽ, ആ കരം നമ്മളിൽ നിന്ന് അകന്നു പോയിന്ന. പ്രിയരെ, നാം വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മതയോടെ യാത്ര ചെയ്തൊരു ഫീൽഡാണ് കർത്താവിനോട് കൂടെയുള്ള യാത്ര. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു സ്ഥാനത്തും നമ്മൾ ലജ്ജിക്കത്തില്ല. ഒരു സ്ഥാനത്തും, എവിടെയുമായിക്കൊള്ളട്ടെ. ഞാനിതിനോട് ചേർന്ന് ഒരു വചനം കൂടെ വായിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം. ആമേൻ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലെ
ആമേൻ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. യെസ്, അടുത്തത്. ഓ ഹല്ലേലൂയ. അതിൻ്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാത്ത സഭയെ. കല്യാണ ശുശ്രൂഷ അല്ല കേട്ടോ, നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. കല്യാണത്തിന് വായിക്കുന്നതാണല്ലോ, അല്ല. ഇത് കുടുംബത്തോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയാ. കുടുംബം നന്നായെങ്കിൽ, കുടുംബം ഒന്നാണെങ്കിൽ ദൈവസഭ ഒന്നാ. ഓ ഹല്ലേലൂയ. ഇന്ന് പിശാചിൻ്റെ ഏറ്റവും വലിയ പദ്ധതി പ്രിയരെ നമ്മുടെ കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുക, ചേർച്ചയില്ലാതെ, സ്വരച്ചേർച്ചയില്ലാതെ, ഞാനാണോ നീയാണോ, ഇത് പിശാചിൻ്റെ പദ്ധതിയാണ്. നമ്മുടെ വാക്കുകളിൽ നമ്മളെ കൊടുക്കുന്നു. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ഒറ്റ വേട് മതി വിടുതലിനെ. വിടുതലില്ലാതെ പ്രിയരെ രാത്രിയിൽ ഉറങ്ങരുതേ. ദൈവത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുവനെ കൈക്കൊള്ളും, ഒന്നിനെ ഉപേക്ഷിക്കും. എപ്പോഴാണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ തയ്യാറായിട്ടല്ല ഉറങ്ങുന്നെങ്കിൽ ഒന്നേ പോവുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കൈവിടപ്പെടാൻ നാം അനുവദിക്കരുത്. നാം കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചു, പാനം ചെയ്തു, ആനന്ദിച്ചു, ചുമ്മനം കൊടുത്തു. പക്ഷെ കാഹളം കേൾക്കണമെങ്കിൽ നാം ഒന്നായിരിക്കണം. അവൻ്റെ വരവിൻ്റെ ധ്വനി. എനിക്ക് ആ വിഷയത്തിലേക്ക് പോകാൻ സമയമില്ല, അല്ല ഞാനിവിടെ പോകാമായിരുന്നു. യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ്റെ ധ്വനി മണത്തറിയുന്നെന്ന്. നമ്മുടെ നാഥൻ്റെ വരവ്, അതിൻ്റെ സ്മെല്ല് ഈ നാളുകളിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് നമുക്ക് വരുമ്പോൾ ഓർത്തോളം നമ്മുടെ പ്രിയൻ വരുന്നു. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം, അധികം മുന്നോട്ട് പോകാം. യോബിൻ്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ (39 verse 24 and 25). യെസ്. പ്രിയരെ, ഈ ഒരു വചനം ഞാൻ എടുത്ത് ഇന്ന് ശുശ്രൂഷിച്ചാൽ ഞാൻ ഇന്നൊരു പടക്കുതിരയാവും ഇവിടെ. പക്ഷെ എന്നോട് ഇന്ന് ദൈവാത്മാ ഇടപെട്ടൊരു വിഷയം വേറെയാണ്. അവിടെ ഞാൻ അതിലേക്ക് നീങ്ങുക. ഇവിടെ നമ്മൾ കാണുന്നു പടയും പടനായകന്മാരുടെ മുഴക്കവും ആർപ്പും. ദൂരത്ത് നിന്ന് ദൈവസഭ ഈ നാളുകളിൽ ഈ സ്മെല്ല് തിരിച്ചറിയണം. നമ്മുടെ ഭവനത്തിലേക്ക് പോകാൻ സമയമായെന്ന്. നാം എന്നും പാടിയും സന്തോഷിച്ചിരിക്കുന്നില്ല, അല്പസമയമേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥന പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന കാട്ടുകഴുതകൾ ഇവിടെ പാർക്കുമെന്ന്. എന്താ പ്രിയരെ, അമേരിക്കയിൽ നിന്ന് നമ്മുടെയൊക്കെ ജീവിതം കൊണ്ട് ഓടാൻ പോകുന്നൊരു സമയം വരാൻ പോകുന്നു. നമ്മളിവിടെ സുരക്ഷിതന്ന് നമുക്ക് തോന്നുക, നമ്മുടെ വീട് വിട്ട് ഓടുന്ന അവസരങ്ങൾ വരാം. കാട്ടുകഴുതകൾ ഇവിടെ പാർക്കുമെന്ന്. ആരെ കാട്ടുകഴുതകളെ? അവർ പറയാ ഞങ്ങൾ ഭരിക്കും, അമേരിക്ക ഞങ്ങൾ ഭരിക്കും. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഞാൻ അത്രേ പോകുന്നുള്ളൂ, അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല.
ഞങ്ങൾ ഭരിക്കും. ദൈവമില്ലാത്തവൻ, ജഡികന്മാർ, ലോകത്തിൽ അധപ്പതിച്ചവർ ദൈവജനത്തിന്റെ നന്മ അപഹരിച്ച് അവരുടെ കരത്തിലാക്കുമെന്ന്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ന്യൂസിനകത്ത്? റോം ഞങ്ങളുടേതാണെന്ന് കണ്ടായിരുന്നോ? ഇത്രമാത്രം പാരമ്പര്യത്തിലും പ്രൗഢിയിൽ നിന്ന രാഷ്ട്രത്തെ അവകാശം പറയുക, ഞങ്ങളുടെ രാഷ്ട്രമായത്, ഞങ്ങൾ ഭരിക്കും. മണത്തറിയുക, ഈ സ്മെല്ല് തിരിച്ചറിയുക. ഈ ഒരു വെളിപ്പാടുണ്ടാകട്ടെ. നാം ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, കുടുംബം ഒന്നായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് ആഴമായി ശക്തമായി ഇടപെടുന്നു. ഒരു വേട് കൊണ്ട് പോലും കുടുംബം ഭിന്നിച്ചിരിക്കരുത്. ഇത് അതിമഹത്വമായ ദൈവത്തിന്റെ പദ്ധതിയാണ്. അവിടെയാ സാത്താൻ പണി തുടങ്ങുന്നത്. നിങ്ങൾ ഒന്നാണെങ്കിൽ അവൻ ലജ്ജിച്ചു പോകത്തേ ഉള്ളൂ പ്രിയരെ, അടുക്കാനൊക്കത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. കിടക്കയിൽ കിടക്കുമ്പോഴും ആത്മാവിലായിരിക്കണം. നാം അഭിഷേകത്തിലായിരിക്കണം. നാം വണ്ടി ഓടിക്കുമ്പോഴും ആത്മാവിലായിരിക്കണം. ഏത് നേരവും നമ്മുടെ ആത്മീയ ലെവൽ വേറൊരവസ്ഥയിലേക്ക് നാം കാണണം. ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദൈവസഭയെ ഒരുക്കുക. നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചു. ആ അതിനെ ഒന്നുകൂടി വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. യെസ്, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി ഇന്ന് വരെ കാണാത്തത്, ഇന്ന് വരെ അനുഭവിക്കാത്തത്. പ്രിയരെ, അതുകൊണ്ട് പണ്ടത്തെ വിളെ, പണ്ടത്തെ മറക്ക്. പണ്ടത്തെ വാക്കുകളും പണ്ടത്തെ പ്രശ്നങ്ങളും പണ്ടത്തെ സംസാരങ്ങളും അതെല്ലാം മറക്ക്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയൊന്ന് ചെയ്യും. അവിടെ പറയുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അതിൻ്റെ ആ റൂട്ട് നമ്മൾ കണ്ടേ. അത് ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? അത് ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന? ഉത്ഭവിക്കും എന്ന് പറഞ്ഞാൽ എന്തുവാ? എന്ന് പറഞ്ഞാൽ എന്നാ? ദൈവസഭയാകുന്ന തോട്ടത്തിലേക്ക് അത് ഒഴുകി വരുമെന്ന്. ആമേൻ. ദൈവസഭയാകുന്ന തോട്ടത്തിലേക്ക് അഭിഷേകത്തിന്റെ വ്യാപാരം ഒഴുകി വരും. ആലയത്തിലെ നന്മ, ദൈവജനമേ, ആരാധിപ്പാൻ ആലയത്തിൽ വരുന്നത് നന്മ പ്രാപിക്കുവാനാ. അവിടെ നന്മയുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്നോളാവുന്നേ. ആലയത്തിൽ നന്മയുണ്ടെന്ന്, ആലയത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്, ആലയത്തിൽ നീ കണ്ണീരൊഴുക്കിയാൽ ദൈവത്തിന്റെ സ്ഥിതി മാറ്റുമെന്ന്. ഹന്ന ആലയത്തിൽ പോയി നിലവിളിച്ചു, അവിടെ നിന്ന് മാറി. ദൈവത്തിന്റെ പൈതലേ, ആലയത്തിൽ ചെല്ലേ, ആലയത്തിലെ ശൂന്യത വെളിപ്പെടും. ആമേൻ, 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 ആമേൻ. ഹന്ന എന്തോ പ്രാർത്ഥിച്ചത്? അവൾ ആലയത്തിലെ ശൂന്യത കണ്ടു. ദീപം തെളിയുന്നില്ല. ദീപം തെളിയിക്കേണ്ടവർ താന്തോന്നികളായി പോയി. ദർശനമുള്ളവൾ അകത്ത് ചെന്നപ്പോൾ അവിടുത്തെ ശൂന്യത അവൾക്ക് വെളിപ്പെട്ടു. അവൾ അവിടെ നിന്ന് തീരുമാനമെടുക്കുക, അപ്പാ ഒന്നിനെ തന്നാൽ ഇവിടെ ദീപം തെളിയാതിരിക്കത്തില്ല. ആമേൻ, ആമേൻ. ഞാൻ ഡോക്ടറാക്കി, ഞാൻ എഞ്ചിനീയറാക്കി വിടാവുന്നല്ല. അവൻ ദീപം തെളിയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നേ പ്രാർത്ഥിച്ചിട്ട് ആ വീട്ടിലെ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ, ഇവനെ കർത്താവിനുള്ളതാ കേട്ടോ. അയ്യോ, അത് മതി, കർത്താവിനെ ഉപയോഗിച്ചാൽ മതി. അത്ര നാളും വേണ്ടായിരുന്നു. എഞ്ചിനീയർ ആക്കി,
ഈ ലോകത്തിൽ നേടാവുന്ന പൊസിഷനിലേക്ക് ഉയർന്നു. മാന്യനായി പോയപ്പോൾ ദൂഷ്ടം കയറി പിടിച്ചു. പെരക്കകത്ത് കുത്തിയിരിക്കുക, പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ അല്ലേ. ആമേൻ. കർത്താവിൻ്റെ കരം തൊട്ടു. ഇപ്പം പറയാ അവൻ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കണ്ടാൽ മതിയെന്ന്. അത് നേരത്തെ പറ, നേരത്തെ തീരുമാനിക്കേ. അവരേത് ലെവലിൽ പൊക്കോട്ടുന്നേ, അവരെവിടെ വെള്ളം പൊക്കോട്ടെ, പക്ഷെ യേശുവുമായിട്ടായിരിക്കണം. നിന്റെ തലമുറ എവിടെ പോയാലും അവർ യേശുവുമായിട്ട് പോകണം. ആ ഒരു സ്ഥിതിയിൽ നമ്മൾ വന്നാൽ, നമ്മുടെ അനുഗ്രഹം എന്തായിരിക്കും പ്രിയരെ? മോളെ, നമ്മുടെ അനുഗ്രഹം എന്തായിരിക്കും മോളെ? യേശുവിനെ കൊണ്ടാണോ നമ്മൾ പോന്നേ? എവിടെ ചെന്നാലും മോനെ യേശുവിനെ കൊണ്ടാണോ പോന്നേ? ആരോടൊക്കെയോ പരിശുദ്ധാത്മ ഇടപെടുന്നു. മടങ്ങി വാ യേശുവിന് വേണ്ടി. അവൻ നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അവന് ചിലരെ വേണമെന്നേ. ഹല്ലേലൂയ. ആലയത്തിൽ കൊള്ളാവുന്നതിനൊക്കെ ദുഷ്ട പിശാച്, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രു വന്ന് ആലയത്തിലെ നന്മ, ആലയത്തിൽ കൊള്ളാവുന്നവരെ അവൻ പിടിച്ചുകൊണ്ട് പോകുക. ദൈവജനം മടങ്ങി വന്നാൽ ഇന്ന് കണ്ണുനീരിൻ്റെ ശക്തിയുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദിനങ്ങളിൽ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ. എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷം എന്നൊരു ഭാഗത്തേക്ക് നീങ്ങാൻ പോകുക. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൻ്റെ 2-ാം അധ്യായം. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ, യെസ് ലോർഡ്, 10-ാമത്തെ വാക്യം. യെസ്. 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 മതി. 4-ാം നദി ഫ്രാത്താകുന്നു. വായിച്ചു നിർത്തിയത് ഫ്രാത്താകുന്നു. എങ്ങോട്ട് ഏതെന്നില്ല. മറ്റുള്ളതിനെല്ലാം ദിശയുണ്ട്. ഈ നദിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ദൈവസഭയാകുന്ന തോട്ടത്തെ തേടി വരുന്ന ഒരു നദിയാ. ഇനി ഇതിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. അതിൻ്റെ ആരംഭം ഒന്ന് വായിച്ചേ. തോട്ടം നനപ്പാൻ ഒരു നദി ഏദനിൽ നിന്ന് പുറപ്പെട്ടു. ഒരു നദി പുറപ്പെട്ടു. ഇന്ന് പ്രിയരെ, ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങി നോക്കിയേ. നദിയെ ഒന്ന് നമ്മളൊന്ന് ഇമാൻ ചെയ്ത് നോക്കിയേ. നദി എങ്ങനെയാ? ശാന്തമായി ഒഴുകും. എന്നാൽ നദിയെ നമ്മൾ പഠിച്ചാൽ ചെറിയ ചെറിയ നീരുറവകളാണ്. അനേക സ്ഥലങ്ങളിൽ നിന്ന് ഇങ്ങനെ പനിച്ച് ഉറവച്ചാലുകൾ വന്ന് കൈത്തോടുകളായി, വലിയ തോടുകളായി എന്താകുന്നു? വലിയ നദിയായി മാറുന്നു. അല്ലേ? യെസ്. ഹല്ലേലൂയ. എന്നാൽ ഈ നദിക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു നദിയാണ് പുറപ്പെട്ടത്. ഞാൻ ഓർക്കുന്നു കർത്താവിൻ്റെ സ്നേഹം എത്ര ഭയങ്കരമാണ്. ആമേൻ. ഈ നദി ഏദനിൽ നിന്ന് വന്ന് ഫിലദൽഫിയ ലേജി ചർച്ചിലോട്ട് കയറി വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഒന്ന് ഓർത്ത് നോക്കി. എന്തായിരിക്കും സ്ഥിതി? ഇവിടെ കാർപ്പറ്റും കാണത്തില്ല, കസേരയും കാണത്തില്ല, ബിൽഡിങ്ങും കാണത്തില്ല. എൻ്റെ കർത്താവിൻ്റെ കരുണ ഇവിടെ നമ്മൾ കാണുന്നു. അത് എന്തായി? ഈ നദിയെ ഡിവൈഡ് ചെയ്യുക, 4 ശാഖകളാക്കി. ആമേൻ. പ്രിയരെ, നമ്മൾ ഇരിക്കുന്ന ഓരോ റോയിൽ കൂടെ ഇന്ന് പാൽക്കാല നദി ഒഴുകുക. ആമേൻ. നമ്മുടെ സമീപത്തൂടെ അത് ഒഴുകുക. നമ്മുടെ റൂട്ടിലെല്ലാം വേണ്ടതുപോലെ വലിച്ചെടുക്കത്തക്കവണ്ണം അതിനെ ലഘൂകരിച്ച് നന്മ ഒഴുകി വരിക. നമുക്ക് ആ വചനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആഴം ഭയങ്കരമാണ് കേട്ടോ. സ്തോത്രം. 1-ാമത്തെ നദി പീശോൻ, വെള്ളച്ചാട്ടം.
പീശോന്റെ മീനിങ് വെള്ളച്ചാട്ടം. സ്തോത്രം. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഹവീല ദേശം വേദനിപ്പിക്കുന്ന എൻ്റെ മീനിങ്. കുടുംബമേ, ജീവിതമേ, കഴിഞ്ഞ കാലങ്ങളിൽ സ്വസ്ഥതയില്ലാതെ നീ വേദനപ്പെട്ടിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ അറിഞ്ഞവൻ നിന്റെ വേദന അകറ്റുവാൻ ഈ നദി നിന്നിലേക്ക് വന്നിരിക്കുക. സ്തോത്രം. നിന്റെ വരൾച്ച മാറ്റാൻ അവിടെ നമ്മൾ കണ്ടു, വെള്ളച്ചാട്ടം പോലെ അലറി വരികയാണ്, തകർത്ത് കളയുമെന്ന്. എന്നാൽ അതിനെ ശാന്തമാക്കി നിന്നിലേക്ക് അത് വരികയാണ്. അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നു. അവിടെ എന്തൊന്നാ, അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. ഹവീല ദേശം വേദനിപ്പിക്കുന്നത്, വേദന സഹിക്കുന്നത്. വേദന സഹിക്കുന്ന ജീവിതമേ, നിന്റെ ഭാരം ആരോടും പറയാതെ നീ ഹൃദയത്തിൽ ഒതുക്കുന്നെങ്കിൽ നിന്നെ അറിയുന്നവൻ, നിന്റെ സ്ഥിതി അറിയുന്നവൻ നിന്നെ തേടി ഇവിടെ വന്നിട്ടുണ്ട്. നീ വേദനയിലാണെങ്കിലും നീ അറിയാത്ത, അവിടെ അടുത്ത നമ്മൾ വായിക്കുന്നു, അവിടെ ജീവിതം വേദനയാണെങ്കിലും അറിയാത്ത ചില നന്മ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന്. നീ ജീവിതത്തിൽ കാണാത്ത ചിലത് അവിടെ ഒളിച്ചിരിക്കുക. മേൽത്തരമായത് സ്വർഗം തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുന്നത് മേൽത്തരമായതാ. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് വാൽക്കാൻ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ആദ്യം വായിച്ചത്, അത് ഇപ്പോൾ ഉത്ഭവിക്കുമെന്ന്. അതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് വരാൻ പോകുക. അത് പ്രാപിച്ചെടുക്കുവാൻ ദൈവസഭയോട് ദൈവാത്മാവോട് പെടുക. യെസ്, അവിടെ എന്തുണ്ടെന്നാ, നന്മയുണ്ട്, മേൽത്തരമായത്, ഗുൽഹുല്ലു, ഗുൽഗുലു, സൗരഭ്യം പരത്തുന്നത്. ദൈവത്തിന് പൈതലേ, ദൈവസഭയെ, ദേശത്ത് ദൈവസഭയെ ദൈവമാക്കിയിരിക്കുന്നത് അവിടെ വരൾച്ച മാറ്റും, വേദന അകറ്റും, അവിടെ നന്മയുണ്ടാകും. മാത്രമല്ല അവിടെ നിന്ന് ഒരു സുഗന്ധം പുറപ്പെടുമെന്ന്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവസഭയിൽ നിന്ന് ബാഡ് സ്മെൽ അല്ല, സുഗന്ധം. ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലേ, നിന്റെ സഭയിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു സുഗന്ധം ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ സുഗന്ധമുള്ളവരായി മാറണം. അടുത്തത് രണ്ടാമത്തെ നദി ഗീഹോൻ, കൃപയുടെ താഴ്വര. ഗീഹോന്റെ മീനിങ് കൃപയുടെ താഴ്വര. സ്തോത്രം. ഗീഹോൻ കരിഞ്ഞിരിക്കുന്നത്, നിരാശ അനുഭവിക്കുന്നത്, എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു പുഷ്ടിയില്ല. ആമേൻ. ഇന്നലെ നമ്മൾ വായിച്ചു കരിഞ്ഞിരിക്കുന്ന വൃക്ഷത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച്. എവിടെയോ കരിയുന്ന കണ്ടപ്പോൾ അവിടുന്ന് പൊക്കിയെടുത്തതാണെന്ന്. ആമേൻ. ആ ബോധ്യമുണ്ടോ പ്രിയരെ? ഞാൻ നിന്ന സ്ഥാനത്ത് കരിഞ്ഞുകൊണ്ട് നിന്നു. ഞാൻ തീരാൻ പോവുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവസ്ഥയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇടപെട്ട ഒരു വിഷയമാണ്. നീ തീരാൻ പോയ സമയത്ത് എൻ്റെ ദൃഷ്ടി നിൻ്റെ പെട്ടതുകൊണ്ടല്ലേ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ആർക്കും വേണ്ട, പക്ഷെ എനിക്ക് വേണം. അയച്ചുകൊണ്ട് വാ, അയച്ചുകൊണ്ട് വാ, എനിക്ക് വേണം. എനിക്ക് അവൻ്റെ മേൽ വാഹനമേറണം. കൃപയാൽ നമുക്ക് ലഭിച്ച ഒരു ചാൻസ് ഇത്. ദൈവത്തെ സേവിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമാ. നാം എവിടെയോ കരിയുകയായിരുന്നു. ഉടയവൻ കണ്ടു, ഇനി അധികം ദിവസമില്ല. കരുണയുള്ളവൻ, മനസ്സിലുള്ളവൻ നമ്മളെ തേടി വന്നതാ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. യെസ്, ഗീഹോൻ, കൃപയുടെ താഴ്വര. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ നമ്മുടെ ജീവിതം തകരുമെന്ന് കണ്ടപ്പോൾ നമ്മളോട് കൃപ കാണിച്ച് നമ്മുടെ വരൾച്ച മാറ്റുവാൻ സ്വർഗം പദ്ധതി ഇട്ടു. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാം. രക്തസാക്ഷ്യം എടുക്കുന്നു. മൂന്നാമത്തെ നദിക്ക് ഹിദക്കേൽ, ഉഗ്ര ശബ്ദം. ഹിദക്കേൽ,
പ്രിയരെ, നിങ്ങൾ വെറും കേൾവിക്കാരായിരിക്കാതെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങാമോ? ഇന്ന് പാൽക്കാലം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം അനുഭവിച്ച് തൃപ്തിപ്പെടാതെ പരിശുദ്ധാത്മാവേ, എന്നിലേക്കൊരു പുതിയ നിയോഗം വെളിപ്പെടട്ടെ, എന്റെ കാഴ്ചപ്പാട് മാറട്ടെ. പ്രിയരെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അന്ധകാര ശക്തികൾ മുന്നോട്ട് വിടുകയില്ല, തകർക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ മുന്നോട്ട് കുതിക്കുമെന്ന്. ചിലതിനെയൊക്കെ തകർക്കാനുള്ള നിയോഗമാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പകർന്നിരിക്കുന്നത്. അഭിഷേകത്തിൽ കുതിക്കാൻ പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അവസ്ഥ മാറ്റാൻ ആഗ്രഹിക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില അന്യായ ബന്ധനങ്ങളെ, ചില അന്യായ ശക്തികളെ സ്വർഗം ഇന്ന് പകൽക്കാലം തകർക്കുക. അഭിഷേകത്തിൻ്റെ ശക്തിയുടെ വ്യാപരിക്കുന്നു. ചില ബന്ധനങ്ങളെ സ്വർഗം അഴിക്കുന്നു. ചില പൈശാചിക കെട്ടുകളെ സ്വർഗം അഴിക്കുക. നീ ആരോടും പറയാതെ ഹൃദയത്തിൽ വേദനിച്ചിരിക്കുന്ന ചില വിഷയത്തിന്മേൽ അവന്റെ കരം ഈ പാൽക്കൽ ഇടപെടുകയാണ്. സ്ഥിതി മാറ്റുന്നൊരു ദൈവം, സ്ഥിതി മാറ്റുന്നൊരു ദൈവം. കർത്താവേ, ഞാൻ വന്നതുപോലെ ഇന്ന് പാൽക്കാലം മടങ്ങാൻ പാടില്ല. നിന്റെ കണ്ണുനീര് കാണുന്നൊരു ദൈവം ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആരും കണ്ടെന്ന് വരികയില്ല. നാഥൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഓ ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ നിയോഗം അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറട്ടെ. ഒന്ന് വിട്ടുകൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഒന്ന് വിട്ടുകൊടുത്ത് ദൈവത്തെ ആരാധിക്കാമോ? തകർക്കുമെന്ന് അവകാശം പറയുന്നവരോട് ഇന്ന് പകൽക്കാലം ദൈവസഭയെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അന്യായ ബന്ധനങ്ങൾ നിന്നിൽ പകർന്ന അഭിഷേകം ജ്വലിക്കട്ടെ. നിന്നിൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കയറേ. കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. ദൈവത്തിന് സ്തുതി കൊടുത്തോട്ടിരുന്നാട്ടെ. ഹല്ലേലൂയ. അവൻ നമ്മുടെ സ്ഥിതി മാറ്റുക. പിശാചിന് ഒറ്റ പദ്ധതിയുള്ളൂ, ഒരിക്കൽ നീ വാതുറക്കരുതെന്ന്. നിന്നെ കൊണ്ട് വാതുറപ്പിക്കത്തില്ലെന്ന് അവൻ പദ്ധതി ഇട്ടതാ. എന്നാൽ ഇത് പകൽക്കാലം സ്വർഗം അതിനെ പൊട്ടിക്കുക. മകളെ, നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. നീ വിട്ടുകൊടുക്കുമോ? അവൻ നിന്നെ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ വൻകരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ട ജീവിതങ്ങൾ, അസാധാരണ നിയോഗം പ്രാപിച്ചവർ, അസാധാരണ നെയിം ഓഫ് ജീസസ് സ്പെഷ്യൽ ക്വാളിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത കൂട്ടം ദുഷ്ട പിശാച് ഒതുക്കാൻ പോകുമ്പോൾ അടങ്ങരുത് പ്രിയരെ, അടങ്ങിക്കൊടുക്കരുത്. ആരാധനയിൽ നിന്റെ ജീവിതത്തിലെ സ്ഥിതി സ്വർഗം മാറ്റുകയാണ്. നിന്റെ കുടുംബത്തിന്മേൽ നാഥന്റെ കരം ഇടപെടുകയാണ്. അവൻ ദൂരത്തിരുന്ന് സകലതും ഗ്രഹിക്കുന്നു. അവനെ മറച്ച് ഒന്നും പറ്റുകയില്ല പ്രിയരെ. ദൈവസഭയെ ദൈവം സ്നേഹിക്കുന്നു. ഈ ദേശം അറിയട്ടെ നാം ദൈവജനമെന്ന്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഇവിടെ ഉണ്ടെന്ന് ഈ ദേശം അറിയട്ടെ. നിങ്ങൾ ലേവൽ വെക്കണ്ട, നിങ്ങൾ ആരെയും ക്ഷണിക്കണ്ട. ജനം ഒഴുകി വരും.
യെസ്, ജലം ഒഴുകി വരും. ദേശം വിടുവിക്കപ്പെടാൻ പോകുന്നു. ദേശം വിടുവിക്കപ്പെടാൻ പോകുന്നു. വരൾച്ച മാറാൻ പോകുന്നു. ഒരു തണുപ്പ്, ഒരു പച്ചപ്പ് ദേശത്ത് വരാൻ പോകുന്നു. അഭിഷേകത്തോടെ, അഭിഷേകത്തോടെ ശാന്തര. കൃപയാവരിക്കട്ടെ, കൃപയാവരിക്കട്ടെ. മൗനമാകരുത് പ്രിയരെ. നാം സ്തുതിച്ചുകൊണ്ടേയിരിക്കെ, നാം ആനന്ദിക്കെ, നാം നൃത്തം ചെയ്ത് ആരാധിക്കണം. ഹല്ലേലൂയ. ഇനി നീ ഉയരുകയില്ല. നിന്റെ സകല പദ്ധതി കഴിഞ്ഞു. ദുഷ്ടപിശാച് വിധി എഴുതിയപ്പോൾ സ്വർഗം അത് കണ്ടു. സ്തോത്രം. നിന്റെ സ്ഥിതി അറിഞ്ഞ് നിന്നിലേക്ക് അവൻ വന്നിരിക്കുക. ദൈവസഭയാകുന്ന തോട്ടത്തിൽ അവൻ്റെ നനവ് വന്നിരിക്കുക പ്രിയരെ. അവൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ദൈവസഭയാകുന്ന തോട്ടത്തിൽ അത് ചുറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് ഓരോ ജീവിതങ്ങളെയും പരിശുദ്ധാത്മ സ്പർശിച്ചുകൊണ്ടിരിക്കുക. കൃപ പ്രാപിക്കാതെ, പുതിയ ലെവലിലാകാതെ നാം മടങ്ങരുത്. ഹല്ലേലൂയ. യെസ്, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു പുതിയ നിയോഗം. ചില അന്യായ ശക്തികൾ, ദുഷ്ടപിശാചിന്റെ സ്കാനിങ്ങിൽ തെളിയാത്തത്, എക്സ്റേയിൽ തെളിയാത്തത്, യെസ്, ഇന്ന് പകൽക്കാലം സ്വർഗത്തിന്റെ കരം തൊടുക. CT സ്കാൻ മറഞ്ഞു പോകുന്നത് സ്വർഗത്തിന്റെ ദൃഷ്ടിയിൽ വെളിപ്പെടും. യെസ്, കൃപയാവരിക്കട്ടെ, കൃപയാവരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവജനത്തിന് വേണ്ടി ഹിദക്കേൽ ഉഗ്രശബ്ദത്തോടെ പുറപ്പെട്ടു കഴിഞ്ഞു. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, തകർത്ത് കളയണം. സ്വർഗത്തിലെ ദൈവം തൻ്റെ സഭയാകുന്ന തോട്ടത്തിൽ നമ്മളെ നട്ടത് തകർക്കാൻ വരുന്ന ശക്തിയുമേൽ ജയം വരിക്കുവാനാണ്. ഓ ഹല്ലേലൂയ. അത് അശൂര് ജീവിതം ഒരു പോരാട്ടമെന്ന് തോന്നിയപ്പോൾ, ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ, പലപ്പോഴും നമ്മുടെ അധരത്തിൽ നിന്ന് വന്നിട്ടില്ലേ, ശരിയാകത്തില്ല, ഇനി എനിക്ക് പ്രതീക്ഷയില്ല, നിങ്ങൾ നന്നാകത്തില്ല. പ്രിയരെ, ഒരിക്കൽ പോലും നമ്മുടെ അധരത്തിൽ അതുപോലെ ശബ്ദം വരരുത്. നമ്മൾ ബ്ലെസ് ചെയ്യുന്നവരായിരിക്കണം. യെസ്, എൻ്റെ അച്ഛൻ അനുഗ്രഹിക്കപ്പെടട്ടെ, മോളെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇങ്ങനെ പറയാൻ കഴിയുമോ? കഴിയുമോ? രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ അച്ഛൻ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ അച്ഛൻ അനുഗ്രഹിക്കപ്പെടട്ടെ, മോളെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്തോ ആനന്ദമായിരിക്കും കുടുംബജീവിതം. ആമേൻ. കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടാൽ ദേശം അതറിയും, സഭയതറിയും. ഇതിനെ തകർക്കാനാ ദുഷ്ടപിശാച് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, നിങ്ങൾ വിചാരിക്കുന്നതിലൊക്കെ ലെവൽ മാറിപ്പോയി. സ്വസ്ഥത അനുഭവിക്കുന്ന ഭവനങ്ങൾ വളരെ വിരളമാവിടെ. ദൈവസഭ മടങ്ങി വരട്ടെ കർത്താവിലേക്ക്. എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി ദൈവജനത്തോട്, ദൈവസഭ ഇടപെടുന്നു. ഇവിടെ നനവിൻ്റെ തോട്ടമായി മാറട്ടെ. യെസ്, ഇതൊരു നനവിൻ്റെ തോട്ടമാകട്ടെ. ഇവിടെ പുഷ്ടി ഉണ്ടാകട്ടെ, ഇവിടെ പച്ചപ്പ് ഉണ്ടാകട്ടെ.
ഓ രബാ രബാ ലബാ തിജാരാ. യെസ്, ആഴത്തിലേക്ക് ഇറങ്ങുവാൻ ഇന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃപ കാണിക്കുന്നതിനാൽ ഓ റബന. യെസ് 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 യെസ്. ചില അന്യായ ബന്ധനങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം തകർത്തുകൊണ്ടിരിക്കുക. ദുഷ്ടപിശാചേ, നിനക്കിവിടെ അവകാശമില്ല. ആമേൻ ആമേൻ ആമേൻ. ഓ, ഒരു അസാധാരണ നിയോഗം ദൈവജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. യെസ് യെസ്. അത് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ പരസ്പരം ഒന്ന് ടച്ച് ചെയ്ത് പറഞ്ഞു. യെസ്, ഒരു ഫീലിംഗ് അനുഭവിക്കുന്നു. യെസ്, ഞാൻ ഫീലിംഗ് അനുഭവിക്കുന്നു. കർത്താവിൻ്റെ കരം തൊടുന്നുണ്ട്. യെസ്, കർത്താവിൻ്റെ കരവിനെ തൊടുന്നുണ്ട്. ഞാൻ വളരെ ശക്തമായി പരിശുദ്ധാത്മാവിന്റെ ഫീലിംഗ് അനുഭവിക്കുന്നു. രക്തം ചെയ്യാം. നാലാമത്തെ നദിയിലേക്ക് നമുക്കൊന്ന് വരാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് ഫ്രാത്താകുന്നു. ഫ്രാത്ത്, നാലാമത്തെ നദി ഫ്രാത്ത്. ഒന്നാമത്തെ നദി 2, 3 ഹിദക്കെ, നാലാമത്തെ ഫ്രാത്ത്. 3 നദിക്ക് ദിശയുണ്ട്. നാലാമത്തെ നദിക്കോ എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല. ഫ്രാത്ത് വന്ന് മുമ്പിൽ വന്ന് നിൽക്കുക. ഇതിനൊഴുകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ദിശയില്ല, വഴിയില്ല നിൽക്കുന്ന ഫ്രാത്ത്. ഇന്ന് പകൽക്കാലം ആരാധിക്കുന്ന ദൈവജനത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ഫ്രാത്തിന് മുന്നോട്ടൊഴുകാൻ ആഗ്രഹമുണ്ട്. അതെവിടേക്കൊഴുകും? പരിശുദ്ധാത്മ ഈ പകൽക്കാലം ദൈവസഭയോട് ആഴമായി ഇടപെടുന്നു. ഒന്ന് താണു കൊടുക്കാമെങ്കിൽ അത് നിന്നിലേക്ക് വരും. സ്തോത്രം. നിന്നിലേക്ക് അത് വരും. ഒന്ന് നാം വിനയപ്പെട്ടാൽ, ഒന്ന് താണു കൊടുത്താൽ, ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോടെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇടപെടുന്നു. ഫ്രാത്ത് നിന്റെ മുമ്പിലുണ്ട്. നിന്റെ വരൾച്ച മാറ്റുവാൻ, നിന്റെ വേദന മാറ്റുവാൻ, നിന്റെ തകർച്ച മാറ്റുവാൻ. ഓ ഹല്ലേലൂയ. ഒന്ന് വിനയപ്പെട്ടാൽ, ഒന്ന് താഴാൻ, നിന്റെ സ്ഥിതി മാറ്റുന്ന ഒരു നദി നിന്റെ മുമ്പിൽ നിൽക്കുക. ഈ പരിശുദ്ധാത്മാ നദിയിലേക്ക് ഒന്നിറങ്ങിക്കൊടുക്കുവാൻ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ദൈവസഭയോട് ഇടപെടുന്നു. ആമേൻ. ഫ്രാത്ത് ഫലവത്തായ താഴ്വര. ഫ്രാത്ത് വന്നാൽ ലെവല് മാറും. ആമേൻ. നമ്മളതിന് ദിശ ഒരുക്കി കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ സ്ഥിതി അത് മാറ്റും. ഞാൻ ഈ സമയം മുന്നോട്ട് പോകുന്നില്ല. നമുക്ക് വർഷിപ്പ് ചെയ്ത് വിടുതലെടുക്കണം. രോഗബന്ധനങ്ങൾ അഴിയണം. അസാധാരണ നിയോഗം നമ്മളിലുണ്ടാകണം. ഭാരത്തോടെ വന്നിരിക്കുന്നവർ ഭാരമൊഴിഞ്ഞ് മടങ്ങിപ്പോകണം. നെയിം ഓഫ് ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എന്തോ ദൈവജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥന നിന്നിലേക്ക് ഒഴുകി വരുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പാ ഞാൻ അതിന് തയ്യാറാന്നാ സമ്മതിക്കേ. സ്തോത്രം. എന്നിലേക്കൊന്ന് വന്നാൽ എൻ്റെ സ്ഥിതി മാറുമല്ലോ. സ്വർഗത്തിൽ നിന്നൊരു നദി പുറപ്പെട്ടാൽ ദൈവസഭയുടെ സ്ഥിതി മാറും. ഇവിടെ നമ്മൾ കാണുന്നു ഫ്രാത്ത് നിന്റെ തലമുറയ്ക്കൊരു കറക്ഷൻ പോയിന്റാ. യെസ്, ഫ്രാത്ത് ഇസ്രായേലിന്റെ കറക്ഷൻ പോയിന്റാ. ജനമേ, ഫ്രാത്ത് കടന്നു പോകരുതെന്ന്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന സ്ഥലമാണ് ഫ്രാത്ത്. നീ എന്നിലേക്കൊന്ന് വന്നാൽ, എൻ്റെ പ്രാർത്ഥന മുറിയിലേക്ക്
പ്രാർത്ഥന വന്നാൽ എൻ്റെ ആരാധനയുടെ സ്ഥിതി മാറും, എൻ്റെ ജീവിതത്തിൻ്റെ വരൾച്ച മാറും, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. ആരോടൊക്കെയോ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു, നിങ്ങളിലേക്ക് വരുവാൻ അത് മുട്ടി നിൽക്കുക. ഒന്ന് കൊടുക്കാമോ? ഒന്ന് വിട്ടു കൊടുക്കാമോ? യേശുവേ, ഞാനിതാ വരുന്നു. ഓ റാബാഷ്, യെസ് 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 യെസ്. ഞാൻ ഓർപ്പിച്ചല്ലോ, അസാധാരണ കഴിവുള്ള സ്കിൽഡ് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, നിയോഗം പ്രാപിച്ചവർ ഇവിടെ ഇരിപ്പുണ്ട്. പലതിലും വഴിമുട്ടി നിൽക്കുക. അന്ന് ഇന്ന് പലക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിന്നിലേക്ക് പ്രാർത്ഥന വന്നാൽ നിന്റെ അവസ്ഥ മാറും, നിന്റെ സ്ഥിതി മാറും, നിന്റെ നോളജ് മാറും. നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ഈ പലക്കാലം നമ്മുടെ അതിർത്തി വരാമോ? പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ഏറ്റെടുക്കണമേ. ഓ ഹല്ലേലൂയ. അതിശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തട്ടെ. വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവജനത്തിന്റെ കറക്ഷൻ പോയിന്റ് പ്രാർത്ഥന. നമ്മുടെ അതിര, പ്രിയരെ, അതിര് വിട്ട് യാത്ര ചെയ്യരുത്. ദൈവജനം ദൈവത്തിന്റെ പ്രമാണം വിട്ട് യാത്ര ചെയ്യരുതെന്ന്. അത് നമുക്ക് അപകടത്തിന് കാരണമായി തീരും. ഓ റാബ ശാന്തരൗഷസിയ. ശത്രുവിനെ തകർക്കുന്ന പോയിന്റാ പ്രാർത്ഥന. ദൈവജനത്തിനെതിരായി വരുന്ന ശത്രു ശക്തികളെ പ്രാർത്ഥന തകർക്കും. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ആഴത്തിൽ നമ്മൾ ഇടപെടുകയാണ്. ചില മർമ്മങ്ങൾ കൂടെ പരിശുദ്ധാത്മാവ് നടത്തുന്നു. ഓ റാബ ശാന്തരൗഷസിയ. യെസ് 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 യെസ്. എൻ്റെ മുമ്പിൽ അല്പസമയമേ ഉള്ളൂ. ചില അന്യായ ബന്ധനത്തെ സ്വർഗം അഴിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എന്നെ വെറുതെ അയച്ചിട്ടില്ല. ഞാൻ നല്ല ഉറപ്പോടെ പറയുക, എൻ്റെ ദൈവം എന്നെ അയച്ചതാണ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എവിടെ പോവും, എവിടെ ശുശ്രൂഷിക്കും, ആരെനിക്കൊരു അവസരം തരുമെന്ന് ഞാൻ വ്യാകുലപ്പെട്ടില്ല. സ്തോത്രം സ്തോത്രം. ഒരു വ്യക്തിയോടെ എനിക്കൊരവസരം തരാമെന്ന് ചോദിക്കാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. ഒരു ചർച്ചിൽ തന്നെ 13ഉം 14ഉം സമയങ്ങൾ ഞാൻ ശുശ്രൂഷിച്ചു ഈ ഫിലദൽഫിയയിൽ. ആമേൻ, ഹല്ലേലൂയ. രക്തത്താൽ ജയം. എനിക്കൊന്ന് മനസ്സിലായി. എൻ്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അയക്കുക, നീ പോവും. സ്തോത്രം. ചില തകർന്നതിനെ പണിയാൻ, ചില തകർന്ന കുടുംബങ്ങളുടെ വിടുതൽ കാണാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. സ്തോത്രം. രക്തത്താൽ ജയം. പ്രിയരെ, ദുഷ്ടൻ നമ്മളെ തൊടാതിരിപ്പാൻ നാം എപ്പോഴും അഭിഷേകത്തിലായിരിക്കണം, നാം നിറവിലായിരിക്കണം, നാം ആത്മാവിൻ്റെ തണുപ്പിലായിരിക്കണം. അവൻ്റെ സ്നേഹത്തോടെ അനുരൂപരാകുവാൻ അവൻ നമ്മളെ വിളിച്ചതാ. ഓ റാബ ശാന്തരൗഷസിയ. രക്തത്താൽ ജയം. ഞാൻ വിഷയം വിട്ടുപോകുന്നു വിചാരിക്കരുത്. സെക്രട്ടറി പ്രവചനത്തിലേക്കൊന്ന് വരാം. അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യെസ്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നു. യെസ്. ആരാ പറഞ്ഞേക്കുന്നേ? ആരോടാ? നിങ്ങളിൽ ആരും തൻ്റെ കൂട്ടുകാരനോട് എന്ത് ചെയ്യുന്ന? ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഹൃദയത്തിൽ ചിന്തിക്ക പോലും അരുതെന്ന്. സ്തോത്രം. ആരാധിക്കുന്ന ദൈവത്തിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാ. കാഹളം കേൾക്കണമെങ്കിൽ നമ്മുടെ സ്ഥിതി മാറണം.
കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം. ആ, യെസ് യെസ്. ആ ആ ആ യെസ്. നമ്മുടെ ഉപവാസം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു. എന്താഗ്രഹിക്കുന്നത്? സത്യമുള്ളവരായിരിക്കണമെന്ന്. നാം സത്യമുള്ളവരായിരിക്കണമെന്ന്, നാം സമാധാനകാംക്ഷികളായിരിക്കണമെന്ന്. അടുത്ത വചനം. യെസ്. ആ, കണ്ടോ? നമ്മൾ സത്യമുള്ളവരാണെങ്കിൽ ദേശത്തെ സ്വർഗം സന്ദർശിക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഇനിയും ജാതികളും അനേക പട്ടണങ്ങളും വരുവാൻ ഇടയാകും. അടുത്തത്. ആ ആ ആരാ വരുന്നത്? ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പാനും സൈനികരുടെ യഹോവയെ അന്വേഷിപ്പാനും പോകാം. ആമേൻ. അടുത്ത വചനം. ഞാനും പോരുന്നെന്ന്. ദൈവത്തിന് പൈതലേ, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിന്റെ ദേശവാസികൾ പറയും നിന്റെ മതി. അടുത്ത വചനം വായിച്ചേ. യെസ്. ആ ആ ആ യെസ്. ആ യെസ്. ആ കണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മധ്യത്തിൽ യഹോവ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുക, ഞങ്ങളും നിങ്ങളുടെ കൂടെ വരട്ടെ. നമ്മൾ വിളിക്കണ്ടെന്നേ. ആമേൻ ആമേൻ. നിന്റെ ജീവിതം കാണുമ്പോൾ, നിന്റെ ലെവൽ കാണുമ്പോൾ, നിന്റെ നെയ്ബേഴ്സ് പറയും, നിന്റെ ദൈവത്തെ എനിക്കും വേണം. എന്നെ കൂടെ കൊണ്ടുപോവാ മീറ്റിങ്ങിന് പോകുമ്പോൾ. എവിടെയായിരുന്നു പ്രാർത്ഥന? ഞാനും വരട്ടെ. യഹോവ നിങ്ങളുടെ മധ്യത്തിലുണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ജാതികളുടെ സകല ഭാഷകളിലും ഉണ്ടോ? പ്രിയരെ, നമ്മൾ പറയുന്ന ഈ പെന്തക്കോസുകാരുടെ മാർഗമല്ല ഇത് കേട്ടോ. ഈ പെന്തക്കോസ് പറഞ്ഞുകൊണ്ടിരിക്കാതെ മാനസാന്തരപ്പെട്ട് ദൈവമക്കളായി ജീവിക്കേ. ജീവപുസ്തകത്തിൽ പേരുള്ളവരായി പ്രിയന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടികളായി നാം മാറണം. പെന്തക്കോസ് നമ്മളെ ചതിക്കും. ഞാൻ കറ തീർന്ന പെന്തക്കോസുകാരനാ, പക്ഷെ എനിക്ക് പെന്തക്കോസുകാരെ കാണുന്ന ഇഷ്ടമല്ല. ഇതെല്ലാം തട്ടിപ്പിന്റെ മാർഗമായി മാറുന്നു. ഇല്ല പ്രിയരെ, ഒന്നും കടന്നിട്ടില്ല. നല്ല ലെവലിൽ തന്നെയാണ്. അനേക ദൈവമക്കൾ എന്ന് പറയുന്നവരെ പിശാച് വഞ്ചിച്ചുകൊണ്ടിരിക്കുക, കൃപയിൽ നിന്ന് വീഴ്ത്തിക്കൊണ്ടിരിക്കുക. നാം മടങ്ങിവാ. നമ്മുടെ ജീവിതം കാണുമ്പോൾ ദേശം പറയും, ലോകം പറയും, നിങ്ങൾ ദൈവമക്കളാ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? നീ കരം വെച്ചാൽ മതി, അഭിഷേകം ഇറങ്ങും അവിടെ. യെസ്. അന്ധകാര ശക്തികൾ ഉരുകി മാറും. ഹല്ലേലൂയ. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തത്, ആർക്കും അടക്കാൻ കഴിയാത്തത് നിന്റെ ഒരു വാക്കിന്റെ മുമ്പിൽ ശാന്തമാകും. അത് അഭിഷേകത്തിന്റെ ലെവൽ. പാൽക്കാലം ദൈവസഭയോടെ ദൈവത്തിന്റെ ആത്മാവിടപെടുന്നു. പിശാചിന്റെ വഞ്ചനയിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. എപ്പോഴും നാം ചോദിക്കണം, അഭിഷേകം എന്നിലുണ്ടോ? അപ്പാ ഞാൻ ലെവലിലാണോ, കറക്റ്റിലാണോ? ഇത് കൂടെ കൂടെ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം. എന്തെങ്കിലും ഒരു പരുവക്കേട് കണ്ടാൽ നാം മടങ്ങി വരണം, തെറ്റിപ്പോയെന്ന് പറയണം. അനുദപിക്കുവാൻ, കരയുവാൻ ദൈവമക്കൾ സമയം കൂടുതൽ കണ്ടെത്തണം.
സ്തോത്രം. നമ്മളെ കർത്താവ് ഉപയോഗിക്കും. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെ, നിങ്ങളെപ്പോലെ ഈ യേശുവിനെ ഉയർത്താൻ അവസരമുള്ള വേറെ ഒറ്റ മനുഷ്യരില്ല. ഒരു മനുഷ്യൻ്റെ തകർച്ചയുടെ മുമ്പിൽ ഹല്ലേലൂയ ഒരു വാക്ക് പറയാൻ. ആമേൻ, 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 ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ അനേക തകർന്ന ജീവിതങ്ങൾ ഞാൻ കണ്ടു. അവരോടൊക്കെ പറഞ്ഞ ഒരൊറ്റ വാക്ക, നിന്നെ ചില വേദന കൂടെ കർത്താവ് കടത്തി വിട്ടെങ്കിൽ നിൻ്റെ വായിൽ നിന്ന് വരുന്നൊരു വാക്ക് അനേകരെ കർത്താവ് ഉളവാക്കാൻ വേണ്ടിയാണ്. ആമേൻ. അങ്ങനെയാണ് ഈ രാത്രി, ഈ പകൽക്കാലം അതിശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഇടപെടുന്നു. ഒരു വാക്കൂടെ നമുക്കവനെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ പ്രിയ കോയറിനോട് പറയുന്നു, ഒരു ചാൻസ് ഒന്ന് പാടി നമുക്ക് ദൈവത്തെ ഒന്ന് വർഷിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. നിങ്ങളിലെ ഈ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഭാരത്തോടോ ഏതെങ്കിലും വേദനയോടോ നിങ്ങളായിരിക്കുന്നെങ്കിൽ നിങ്ങളിരിക്കുന്ന സ്ഥലം വിട്ട് മുന്നോട്ട് കടന്നു വരാം. അഭിഷക്തന്മാരായ ഞങ്ങൾ ഒരു മനപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ ചില വേദനകൾ സ്വർഗം അകറ്റാൻ പോകുന്നു. യെസ്, ഹല്ലേലൂയ റബ ശാന്തരൗഷസ്യ. യെസ്, യെസ്, യെസ്. പെട്ടെന്ന് ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ട് പാടുമ്പോൾ നാം ദൈവത്തെ ഒന്ന് ആരാധിച്ച് തുടങ്ങിക്കൂ.